ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ 8ാമത്തെ സെഷനാണ് ബിസിനസ് റെഗുലേഷൻ്റെ. ഇതിൽ നമ്മൾ കൺസിഡറേഷൻ്റെ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് സ്ട്രേഞ്ചർ ടു എ കൺസിഡറേഷൻ. കൺസിഡറേഷന് സ്ട്രേഞ്ചർ ഉള്ള പോലെ തന്നെ നമുക്ക് കോൺട്രാക്റ്റിനും സ്ട്രേഞ്ചർ ഉണ്ടാവും. ഇതിനെ നമ്മൾ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോമിസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്, സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സോ അങ്ങനെ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ ലോയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോമിസിൽ തന്നെ അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പ്രോമിസിക്ക് പകരം അയാളുടെ ബിഹാഫ് വേറൊരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, കൺസിഡറേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അത് ഇന്ത്യൻ ലോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് പ്രോമിസിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ട, കൺസിഡറേഷൻ കൊടുക്കേണ്ടത്, അല്ലാതെ വേറെ തേർഡ് പാർട്ടിക്ക് അവിടെ ഇംഗ്ലീഷ് ലോ അനുവദിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. എ ബി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തി. അതിൽ എ എന്ന വ്യക്തി എന്ത് ചെയ്തു, ബിക്ക് 5,000 റുപ്പീസ് കൊടുത്തു. അതിനുള്ള കൺസിഡറേഷനായിട്ട് ബി എന്ത് ചെയ്തു, ഒരു ടി വി എക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൺസിഡറേഷന് സ്ട്രേഞ്ചറാണ് സി. പക്ഷേ ഇന്ത്യൻ ലോ അനുസരിച്ച് ഈ സി എന്ത് ചെയ്തു, സി ബീനെ എൻഫോഴ്സ് ചെയ്യാണ്. ഓക്കെ, അപ്പം എയുടെ ഒരു തേർഡ് പാർട്ടിയാണ് സി. അപ്പം ബീനെ എൻഫോഴ്സ് ചെയ്യാണ് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാനായിട്ട്. പക്ഷേ ഇംഗ്ലീഷ് ലോ അനുസരിച്ച് ബിയും സിയും തമ്മിൽ യാതൊരു എൻഫോഴ്സ്മെൻറ്റും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കോൺട്രാക്റ്റിലും സ്ട്രേഞ്ചർ ഉണ്ടാവും. സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇപ്പോൾ പ്രോമിസറുണ്ട്, പ്രോമിസി ഉണ്ട്, അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അവരെയാണ് നമ്മൾ സ്ട്രേഞ്ചറായിട്ട് പറയുന്നത്. അവരെ നമ്മൾ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. ഇവരും എന്താണ്, ഈ പറയുന്ന പോലെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും ഓഫർ കൊടുക്കാനോ പോകുന്നില്ല. പക്ഷെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവരാണ് ഈ പറയുന്ന പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. നമ്മുടെ കൺസിഡറേഷനിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യുക വെച്ചാൽ സ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിന് യാതൊരു പ്രാധാന്യമില്ല. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഒരു തേർഡ് പാർട്ടിക്ക് റൈറ്റ്സോ ഒബ്ലിഗേഷൻസോ ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ലോയിലും ഇംഗ്ലീഷ് ലോയിലും പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ പറയുന്ന സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റിന് യാതൊരു ലയബിലിറ്റിയും ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഈ റൂളിന് എക്സെപ്ഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലോയിലാണ്. അതിൽ ഇപ്പം സാധാരണ ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസാണ് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ അതിൽ ഒരു തേർഡ് പാർട്ടിയും കൂടി വരികയാണ്. ആ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ട്രസ്റ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാം, ഈ ഒരു കോൺട്രാക്റ്റിൽ ഈ പറയുന്ന പോലെ അയാൾക്ക് ലയബിലിറ്റീസും റൈറ്റ്സൊക്കെ ഫോം ചെയ്യുന്നുണ്ട് പറയുന്നു. എക്സാമ്പിൾ നോക്കൂ. എ ബി സി 3 ആൾക്കാരാണ്. സിയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ സിയുടെ ട്രസ്റ്റിയാണ് എ. അപ്പം സിക്ക് പകരം എ എന്ത് ചെയ്തു, ആ പ്രോപ്പർട്ടി സിയുടെ കൺസേണോട് കൂടിയിട്ട് ബിക്ക് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എയും ബിയും ആണ് ഇപ്പോൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തേക്കുന്നത്. ഈവൻ ദോ സി അതിൽ സ്ട്രേഞ്ചർ ആണെങ്കിലും സിയുടെ ട്രസ്റ്റിയാണ് എ. സോ എയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാം. ഓക്കെ, ഇനി പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൻ്റെ 2ാമത്തെ എക്സെപ്ഷനാണ് കോൺട്രാക്റ്റ് നമ്മളൊരു ഏജൻറ്റ് വഴി ഫോം ചെയ്യുകയാണെങ്കിൽ. ദറ്റ് മീൻസ് നമ്മളിപ്പം ഒരു പ്രോമിസി എയ്തർ പ്രോമിസറുടെ ഒരു റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ പ്രോമിസിയുടെ റെപ്രസെൻറ്റേറ്റീവോ ഒരു ഏജൻറ്റ്, ആ ഏജൻറ്റ് മുഖാന്തരമാണ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എക്സെപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, എ എന്ന് പറഞ്ഞ ഒരാൾ ബി എന്ന് പറഞ്ഞ ഒരാളുടെ ഏജൻറ്റാണ്. ബി ആണ് പ്രിൻസിപ്പൽ, അയാളുടെ ഏജൻറ്റാണ് എ. എന്നിട്ട് എ എന്ത് ചെയ്തു, സിയുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാണ്. എന്തിനാ, കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ. ആർക്ക് വേണ്ടിയിട്ട്, ബിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ബി ഈ കോൺട്രാക്റ്റിൽ സ്ട്രേഞ്ചറാണ്. പക്ഷേ എങ്കിലും എന്താണ്, അയാൾക്ക് ആ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാം, ഇൻവോൾവ് ആവാം. സിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കോൺട്രാക്റ്റിനെ എൻഫോഴ്സ് ചെയ്യാം. ഓക്കെ, സോ അതാണ് കോൺട്രാക്ട്സ് ത്രൂ ഏജൻറ്റ്. പിന്നെ ഏതെങ്കിലും ഒരു ചാർജ് ഒരു സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു.
അതൊരാൾക്ക് ഫേവറായിട്ടാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിക്ക് ഇൻവോൾവ് ആവാമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള പ്രോമിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാമെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, എ, ബി ആൻഡ് സി. എ ഒരു സ്ഥലത്തിൻ്റെ ഉടമയാണ്, ബി ഒരു വീടിൻ്റെ ഉടമയാണ്, ബി ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്, സി ആ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള എ അവിടെ താമസിക്കുന്ന ബിയുടെ അടുത്ത് പറയാണ്, ഇവിടുത്തെ സെക്യൂരിറ്റിക്കുള്ള പൈസ ഞാൻ കൊടുത്തോളാം, ഈ വീട് നോക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളാം. ഓക്കെ, അപ്പം ആ വീട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ചാർജാണ് ഇയാൾ സെക്യൂരിറ്റി കൊടുക്കാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ അത് വാടകക്കാരൻ്റെ അടുത്താണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള സി എ എഗെയിൻസ്റ്റ് ആയിട്ട്, എ എന്ന് പറഞ്ഞ പേഴ്സൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ കുറച്ച് ദിവസമായിട്ട് അയാൾക്ക് ഈ പറഞ്ഞ പോലെ അലവൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ അലവൻസ് അതിൻ്റെ അരിയേഴ്സ് അടക്കം എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാനായിട്ട് എയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ പറയുന്ന സ്ട്രേഞ്ചർ, എക്സെപ്ഷൻ ടു ദ സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന ഒരു എക്സെപ്ഷനാണ് നമ്മുടെ ഹിന്ദു ഫാമിലി അറേഞ്ച്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സെപ്ഷൻ. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹിന്ദു ഫാമിലി അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ അത് വളരെ ശക്തമായിട്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ്, ഇപ്പം ഹിന്ദു ഫാമിലിയിൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എത്രമാത്രം സ്ത്രീധനവും അവർക്ക് വേണ്ട സ്വർണ്ണമൊക്കെ കൊടുത്തവർ കല്യാണ ചിലവൊക്കെ കൊടുത്ത് കഴിച്ചു വിട്ടാലും പിന്നീട് ആ പെൺകുട്ടിയുടെ വീട് പാകം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് തുല്യ അവകാശം ഉണ്ടെന്ന് കാണിക്കുന്നു. അതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു ഫാമിലി അറേഞ്ച്മെൻറ്റ്സിൽ പ്രത്യേകിച്ചും മെയിൽസ്, ആ ഫാമിലിയിലെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സിലുള്ള പെൺകുട്ടികൾക്ക് അവർ വളർന്നു വരുന്നവരെ അവരൊക്കെ എല്ലാ മെയിൻ്റനൻസ് കൊടുത്തു, അവരെ മാരേജ് വരുമ്പോൾ മാരേജിൻ്റെ എക്സ്പെൻസൊക്കെ വഹിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. പിന്നീട് ഈ പറയുന്ന ഫാമിലി അറേഞ്ച്മെൻറ്റ്സിലുള്ള മെയിൽ മെമ്പേഴ്സ് അവിടെ പാർട്ടീഷൻ നടത്താൻ തീരുമാനിക്കുമ്പോൾ ഈ കല്യാണം കഴിച്ച് വിട്ട പെൺകുട്ടികൾക്കും ആ വീട്ടിൽ അവകാശമുണ്ട്, അവർക്കും ബെനഫിഷ്യൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു തേർഡ് പാർട്ടിയാണ്, സ്ട്രേഞ്ചറാണ്, പക്ഷേ എങ്കിലും അവർക്കിതിൽ ഇൻവോൾവ് ആവാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേർ ദ പ്രോമിസർ ഹാസ് ബൈ ഹിസ് കണ്ടക്ട് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ഇപ്പോൾ ഒരു ലൈക്ക് ഒരു ലാൻഡ് ലോഡ്, ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ, അയാൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ് ഒരു ടെനൻറ്റിന്. അപ്പോൾ ഈ ടെനൻറ്റ് എന്ത് ചെയ്തു, ആ സ്ഥലം വീണ്ടും ഒരു സബ് ടെൻഡൻറ്റിന് കൊടുത്തേക്കാണ്. അപ്പം ഈ സബ് ടെൻഡൻറ്റ്, അതായത് വാടകക്കാരൻ അയാളാണ് ഇപ്പം നേരിട്ട് ഈ ഉടമസ്ഥന് വാടക കൊടുക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ധാരണയിൽ ഇവിടെ ഉടമസ്ഥനും വാടകക്കാരനും തമ്മിലാണ് കോൺട്രാക്റ്റ്. പക്ഷേ എങ്കിൽ സബ് ടെനൻറ്റ് വാടകക്കാരൻ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയാണ്. പക്ഷേ ഇപ്പോൾ വാടകക്കാരൻ ഡയറക്റ്റായിട്ട് ഓണറായിട്ട് ഡീൽ ചെയ്യുന്നു, എല്ലാ റെൻറ്റൊക്കെ നേരിട്ട് കൊടുക്കുന്നുമുണ്ട്. നമ്മുടെ ശരിക്കുള്ള വാടകക്കാരൻ്റെ പെൻഡിങ് ആയിട്ടുള്ള റെൻറ്റ് വരെ ഈ പറയുന്ന വാടകക്കാരൻ്റെ കയ്യിൽ നിന്നും ഉടമസ്ഥന് ഈടാക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു റൂളാണ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു എക്സെപ്ഷൻ. അതായത് ഇപ്പം നമ്മളൊരു എഗ്രിമെൻറ്റിന് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗ്രാറ്റീഷ്യസ് പ്രോമിസസ്, അതായത് സൗജന്യമായി കൊടുക്കുന്ന ഒരു പ്രോമിസസ്, അത് നമുക്ക് എൻഫോഴ്സിബിൾ ഓഫ് ലോ ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കുറച്ച് പൈസ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കൺസിഡറേഷൻ ഒന്നുമില്ല, നമ്മൾ പൈസ കൊടുക്കാൻ ഒരു പ്രോമിസ് കൊടുക്കുന്നു, ഇത്ര പൈസ കൊടുക്കാം ചാരിറ്റബിൾ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇത്ര പൈസ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ പ്രോമിസും ഉണ്ട്, ബട്ട് ദെർ ഇസ് നോ കൺസിഡറേഷൻ, അവിടെ കൺസിഡറേഷൻ ആവശ്യമില്ല. അപ്പോൾ അതാണ് ഗ്രാറ്റീഷ്യസ് പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോമിസ് ഒരു എക്സെപ്ഷനാണ്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു എക്സെപ്ഷനാണ്.
നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ ഒരു എക്സെപ്ഷനാണ് നമ്മൾ കണ്ടത്. അതായത് ഗ്രാറ്റീഷ്യസ് പ്രോമിസ്, അതായത് നമ്മളിപ്പോൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി പൈസ പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊരു ഗ്രാറ്റീഷ്യസ് പ്രോമിസാണ്. ആ ഗ്രാറ്റീഷ്യസ് പ്രോമിസിനെ നമ്മളൊരു വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ആ രീതിയിൽ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിന് 3 എക്സെപ്ഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് ബേസ്ഡ് അപ്പോൺ ലവ് ആൻഡ് അഫെക്ഷൻ. അതായത് ഈ സ്നേഹത്തിൻ്റെയും പരസ്പരമുള്ള ഒരു അടുപ്പത്തിൻ്റെയും ഫലമായിട്ടുണ്ടാവുന്ന എഗ്രിമെൻറ്റ്, അവിടെ തിരിച്ചുള്ള കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള എഗ്രിമെൻറ്റ് അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതിനൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് ഒരു എഗ്രിമെൻറ്റ് റൈറ്റിങ്ങിൽ എക്സ്പ്രസ് ചെയ്തത്, അത് രജിസ്റ്റർ ചെയ്തത്, പക്ഷേ ആ എഗ്രിമെൻ്റ് ഒരു മ്യൂച്വൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് ഹു ആർ ക്ലോസ് റിലേറ്റഡ് ടു ഈച്ച് അതർ, അത് വാലിഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എഗ്രിമെൻറ്റ് റൈറ്റിങ്ങിലായിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ ഒരു എഗ്രിമെൻറ്റ് നാച്ചുറലായിട്ടുള്ള ലവ് ആൻഡ് അഫെക്ഷൻ്റെ ബേസിലായിരിക്കണം. പാർട്ടീസ് തമ്മിൽ നിയർ റിലേഷനിലുള്ളവരായിരിക്കണം. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എ അയാളുടെ മകൾ, പേഴ്സൺ ബി എന്ന് പറഞ്ഞാൽ അയാളുടെ മകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. മകളോട് അതിയായ സ്നേഹവും വാത്സല്യമാണ്. അപ്പം അതിൻ്റെ പേരിൽ പേഴ്സണെ എന്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി മകൾക്ക് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാണ്, അത് രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടെ കൺസിഡറേഷൻ ഇല്ല, പക്ഷേ ഈ എഗ്രിമെൻറ്റ് വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പേഴ്സൺ ബി മകൾക്ക് ആ കോൺട്രാക്റ്റിൽ എൻഫോഴ്സ് ചെയ്യാം. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ രണ്ടാമത്തെ ഒരു എക്സെപ്ഷനാണ്. അതായത് ഒരു പാസ്റ്റ് വോളണ്ടറി സർവീസിന് പേ ചെയ്യുന്ന കോമ്പൻസേഷൻ. ഒരു പാസ്റ്റ് വോളണ്ടറി സർവീസിന് കോമ്പൻസേഷൻ പേ ചെയ്യാവുന്ന എഗ്രിമെൻറ്റ്. ഓക്കെ, അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറിലി, ആരും പറയാതെ സ്വമേധയാ ഒരു പ്രോമിസർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്തു. എന്നിട്ട് പ്രോമിസർ എന്ത് ചെയ്തു, ആ വോളണ്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്ത വ്യക്തിക്ക് ഒരു കോമ്പൻസേഷൻ അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കൊടുക്കാമെന്ന് എഗ്രി ചെയ്തു. ഓക്കെ, സോ വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇത് നമുക്ക് ഒരു വാലിഡ് എഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന വോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോമിസർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് ആ ചെയ്യുന്ന പേഴ്സൺ വോളണ്ടറി ആയിട്ട് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സ്വമേധയാ ചെയ്തിട്ടുള്ളതായിരിക്കണം. പിന്നെ ഈ പറയുന്ന വോളണ്ടറി സർവീസ് എന്ന് പറയുന്നത് ആ പ്രോമിസർക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കണം. പിന്നെ പ്രോമിസർ എന്ത് ചെയ്യുന്നു, പ്രോമിസറുടെ ഒരു ഇൻറ്റൻഷനാണ് ആ പ്രോമിസിക്ക് കോമ്പൻസേഷൻ കൊടുക്കുക. അപ്പം ഒരു വോളണ്ടറി സർവീസ് ആദ്യമേ നടന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പ്രോമിസ് കൊടുക്കുന്നത്. ആ പ്രോമിസ് കൊടുക്കുന്ന സമയത്ത് വേറെ കൺസിഡറേഷൻ ഒന്നുമില്ല. ഓക്കെ, സോ ആ വോളണ്ടറി സർവീസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പ്രോമിസർക്ക് ആ വോളണ്ടറി സർവീസ് ചെയ്ത ആൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോമിസ് ചെയ്യുമ്പോൾ വേറെ കൺസിഡറേഷൻ ഒന്നുമില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ വാലിഡ് അഗ്രിമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, പേഴ്സൺ എ ആൻഡ് ബി. പേഴ്സൺ എ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ബിയുടെ കളഞ്ഞുപോയ പേഴ്സ് കണ്ടെത്തി കൊടുക്കുന്നു. ബി അത് കിട്ടിയ ശേഷം എന്ത് ചെയ്യുന്നു, പേഴ്സൺ എക്ക് പ്രോമിസ് ചെയ്യണം, ഓക്കെ നിങ്ങൾ എൻ്റെ പേഴ്സ് കണ്ടെത്തി തന്നു, സോ ഞാൻ അതിന് പാരിതോഷികമായിട്ട് ഒരു 200 രൂപ തരാം എന്ന് പറയാണ്. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ,